കത്രിക്കടവ് റോഡിലെ പെയിന്റ് കടയ്ക്കാണ് തീ പിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. സ്നേഹമോൾ നൈനാൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്നേഹ, വലിയ തീപിടുത്തമാണോ? എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത്? തീ അണയ്ക്കാനുള്ള ശ്രമം എങ്ങനെ തുടരുന്നു? പടർന്നു പിടിക്കുന്ന സാഹചര്യമുണ്ടോ? ഏകദേശം 15 മിനിറ്റ് മുൻപായിരുന്നു കലൂര് കത്രിക്കടവിന് സമീപം ഇവിടെ ഹാർഡ്വെയർ അതുപോലെ തന്നെ ഈ പെയിന്റിംഗ് എല്ലാം കൂടി സൂക്ഷിച്ചിരിക്കുന്ന ഒരു കടയിൽ തീപിടുത്തമുണ്ടായത്. ഇവിടെ ശക്തമായ തീപിടുത്തം തന്നെയായിരുന്നു. ശക്തമായ പുക ഉയരുന്നതൊക്കെ തന്നെയും കാണാം. ഈ കടയുടെ മുകളിൽ ഒരു ഹോസ്റ്റലായിരുന്നു. ആ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളെയൊക്കെ തന്നെ ഈ തീ പിടിച്ച സമയം ഒഴിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതായിരുന്നു ഈ സമീപ പ്രദേശത്ത് ഉള്ളവരൊക്കെ പറയുന്നത്. ഇത് ഈ നഗരത്തിന്റെ ഒത്ത നടുക്കുള്ള ഒരു സ്ഥലമായിരുന്നു. തൊട്ടടുത്ത് തന്നെ ഈ കടകളൊക്കെ തന്നെയും ഉണ്ട്. ഈ ആളുകളൊക്കെ തന്നെയും പറയുന്നത് ഈ തീ പിടിക്കുന്ന സമയം ശക്തമായ ഒരു പൊട്ടിത്തെറിയുടെ സൗണ്ട് കേട്ടിരുന്നു. ഈ കടയുടെ തൊട്ടടുത്ത് ഒരു സ്റ്റോറിൽ സിലിണ്ടർ, ഏകദേശം 3ഓളം സിലിണ്ടർ സൂക്ഷിച്ചിരുന്നു. ഇതിലെ ഒരു സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത് എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ഇത് തീപിടുത്തം ഉണ്ടായിട്ട് അധിക സമയമായിട്ടില്ല. ഈ സമയത്ത് ഈ വെൽഡിങ്ങിന് ആവശ്യമായ സാധന സാമഗ്രികൾ ഇറക്കുകയായിരുന്നു. ഈ സമയത്താണ് ഇവിടെ തീപിടുത്തം ഉണ്ടായത് എന്നാണ് പറയുന്നത്. ചേട്ടാ, എപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടായെന്നുള്ള കാര്യത്തിൽ? ചേട്ടാ, എപ്പോഴാണ് നിങ്ങൾ കണ്ടിരുന്നോ തീപിടുത്തം ഉണ്ടായത്? ഏകദേശം 15 മിനിറ്റോളം ആയതേ ഉള്ളൂ ഈ തീപിടുത്തം ഉണ്ടായിട്ട്. ഈ കടയുടെ മുൻപിൽ നിർത്തിയിട്ടിരുന്ന ഈ ഇരുചക്ര വാഹനങ്ങളിലടക്കം തീ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ ദൃശ്യങ്ങളിൽ കാണാം. ചേട്ടാ, എന്താണ് സംഭവം നടന്നതെന്നുള്ളത് നിങ്ങൾ ഉണ്ടായിരുന്നു ഈ സമയം? കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വന്നത്, ഞങ്ങൾ പിന്നെ ഒന്ന് സഹായിക്കാൻ വേണ്ടി നിന്ന്. ഈ സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് എന്തെങ്കിലും? ഇല്ല, ഞങ്ങൾ അത് കഴിഞ്ഞിട്ടാണ് വന്നത്. മുകളിൽ ഹോസ്റ്റല് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നല്ലോ. ഹോസ്റ്റലിൽ പിള്ളേരുണ്ടായിരുന്നു ആ സമയത്ത്. അവരൊക്കെ മാറി. ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞാൽ വന്നത്, അത് കണ്ടില്ല. അപകടം പറ്റിയതായിട്ട് കേട്ടിരുന്നു? ഇല്ല, അത് കേട്ടില്ല. എന്തെങ്കിലും നല്ലൊരു സൗണ്ട് ബാക്കിൽ നിന്ന് കേട്ട്. അപ്പോൾ നല്ല തീയായിട്ട് നല്ല കത്തിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. ഇപ്പോൾ ഒരു ഫയർഫോഴ്സ് വന്നിട്ടില്ല, അതുകൊണ്ട് ബാക്കിയെല്ലാം വന്നത് ഇവിടെ നിന്ന്. ഇവിടെ ഫുള്ളും കത്തനായിരുന്നു. കംപ്ലീറ്റൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം ആ സമയത്തൊന്നും വന്നിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറേ കുട്ടികളുണ്ടായി, അവരൊക്കെ ഇപ്പോൾ പുറത്തോട്ട് ഓടിയുള്ളു. അതായത് ഈ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ തന്നെ പുറത്തെത്തി അപ്പുറത്തെ വഴി കൂടെ കയറണമെന്നാണ്. ആ സൈഡിൽ കൂടെയാണ് സ്റ്റെപ്പ് വേറെയാണത്. അവർ ബാക്കിൽ നിന്ന് അധികം വരാൻ സമയമായിട്ടുള്ളതെന്നാണ് അവർ. ഏകദേശം 4 യൂണിറ്റോളം ഫയർഫോഴ്സ് എത്തി ഇവിടെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി എന്ന് പറയാൻ സാധ്യമല്ല. കാരണം ഈ പുകയൊക്കെ തന്നെയും ഉയരുന്നുണ്ട്. ഇതിന് തൊട്ടടുത്തായിട്ട് നിരവധി കടകളൊക്കെ തന്നെയും ഉണ്ട്. ഇതിന് തൊട്ട് മുകളിൽ ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നുണ്ട്. ആളുകളൊക്കെ പറയുന്നതനുസരിച്ച് ഈ ഹോസ്റ്റലിൽ ആ സമയത്ത് ഈ കുട്ടികളുണ്ടായിരുന്നു. ഈ കുട്ടികളൊക്കെ തന്നെയും ആ സമയത്ത് ഈ തീ ഉയരുന്ന ആ സമയത്ത് രക്ഷിക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ പുറത്തെത്തിക്കാൻ സാധിച്ചു എന്നാണ്. നിലവിൽ വലിയ നാശനഷ്ടമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഹാർഡ്വെയർ അതുപോലെ തന്നെ ഈ പെയിന്റിംഗ് സാധന സാമഗ്രികളടക്കം സൂക്ഷിച്ചിരിക്കുന്ന ഒരു കടയിലാണ് ഈ തീപിടുത്തമുണ്ടായത്. തൊട്ടടുത്ത ഒരു ചായക്കടയുണ്ട്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് ഈ ഗോൾഡ് ലോൺ പണയം വെക്കുന്ന കടയുണ്ട്. ഈ കടകളിലൊക്കെ തന്നെയും തീ പടർന്നു പിടിക്കാനുള്ള ശ്രമമുണ്ടായിരുന്നു. പക്ഷേ കൃത്യസമയത്ത് തന്നെ ഈ ഫയർഫോഴ്സ് എത്തിയത് കൊണ്ട് തന്നെ മറ്റ് കടകളിലേക്കും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ഒക്കെ തന്നെയും ഈ തീ പടരാതിരിക്കാനുള്ള ഒരു ശ്രമവും ഉണ്ടായി. ഇതിനുള്ളിലൊക്കെ തന്നെയും കാണാം തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പൂർണ്ണമായും തീയണയ്ക്കാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നിലവിൽ 4 യൂണിറ്റോളം ഫയർഫോഴ്സാണ് ഇവിടെ ഉള്ളത്. ഇനി കൂടുതൽ യൂണിറ്റുകൾ ഫയർഫോഴ്സ് വേണ്ടി വരുമോ എന്നുള്ള കാര്യമൊക്കെ തന്നെയും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രാഥമികമായും ഈ ഹോസ്റ്റലിലുണ്ടായിരുന്ന കുട്ടികളെ ഒഴിപ്പിക്കുക, സമീപ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളെയൊക്കെ തന്നെയും ഒഴിപ്പിക്കുക എന്നായിരുന്നു. തൊട്ടടുത്തുള്ള കടകളിലേക്കും ഒക്കെ തന്നെയും തീ വ്യാപിക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ തന്നെ ഉണ്ടായി. ഈ കടയുടെ മുൻവശത്ത് നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനമടക്കം കത്തി നശിക്കുന്ന ഒരു സ്ഥിതിയാണ്. ഈ പ്രദേശത്തൊക്കെ തന്നെയും കനത്ത മഴയായിരുന്നു, അതിശക്തമായ മഴയായിരുന്നു. ഈ ശക്തമായ മഴയുടെ ഇടയിലാണ് ഈ തീപിടുത്തമുണ്ടായത് എന്ന കാര്യവും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. നിലവിൽ എന്താണ് തീ പിടിക്കാനുണ്ടായ കാരണം എന്നതിൻ്റെ വ്യക്തമായ വിവരം വന്നിട്ടില്ല. പക്ഷേ ആളുകൾ പറയുന്നതനുസരിച്ച് ഈ കടയുടെ തൊട്ടടുത്തൊരു ചെറിയ സ്റ്റോർ ഉണ്ടായിരുന്നു. ഈ സ്റ്റോറിൽ 3ഓളം സിലിണ്ടറുകൾ ഉണ്ടായിരുന്നു. ഈ തീ പിടിച്ചപ്പോൾ ഈ ഉഗ്രൻ ഒരു സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടിരുന്നു. ഈ സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാവാം ഈ തീപിടുത്തത്തിന് കാരണം എന്ന് തന്നെയാണ് ആളുകൾ പറയുന്നത്. കടയുടെ ഉള്ളിലൊക്കെ തന്നെയും കാണാം ഇപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ശക്തമായ മഴയായിരുന്നു. അതോടൊപ്പം തന്നെ അന്തരീക്ഷത്തിൽ ഒരു തണുപ്പൊക്കെ നിലനിന്നിരുന്നു. പക്ഷേ ഈ ഒരു പ്രദേശങ്ങളിൽ തന്നെ വ്യക്തമാണ് വലിയ രീതിയിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഒരു ഇരുചക്ര വാഹനം ഏതാണ്ട് പൂർണ്ണമായി കത്തിയ നിലയിലാണ് കാണാൻ കഴിയുന്നത്. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ?
ഹിമ, വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പെയിന്റിംഗ്, ഹാർഡ്വെയർ തുടങ്ങിയ എല്ലാ പ്രവർത്തിപ്പിക്കുന്ന ഒരു കട തന്നെയായിരുന്നു. ഈ സമയത്ത് ഇവർ ഈ വെൽഡിംഗ് സാധന സാമഗ്രികൾ ഇറക്കുന്ന ഒരു തിരക്കിലായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റിക് സാധന സാമഗ്രികളും ഇവിടെ ഈ കടയിൽ വിൽപ്പന നടത്തുന്നുണ്ടായിരുന്നു. ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെയും കാണാം ഈ നിലത്ത് ഈ പ്ലാസ്റ്റിക് സാധന സാമഗ്രികൾ നമ്മൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ഈ വാക്യൂം ക്ലീനർ അടക്കമുള്ള ഈ സാധനങ്ങളൊക്കെ തന്നെയും ഈ പ്ലാസ്റ്റിക് സാധന സാമഗ്രികളൊക്കെ തന്നെയും ഈ നിലത്ത് കിടക്കുന്നതായിട്ട് കാണാം. ഈ തീ പിടിച്ചപ്പോൾ ഈ കൂടുതൽ തീ പടരാനുണ്ടായ ഒരു സാഹചര്യം ഈ പ്ലാസ്റ്റിക് സാധന സാമഗ്രികൾ ഇവിടെ ഉണ്ടായിരുന്നതാണ് എന്ന് തന്നെയും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ വെൽഡിങ്ങിനുള്ള സാധന സാമഗ്രികൾ ഇറക്കിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു ശക്തമായ തീപിടുത്തം ഇവിടെ ഉണ്ടായത്. ഇതിന് തൊട്ട് മുകളിൽ ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നുണ്ട്. ലേഡീസ് ഹോസ്റ്റലായിരുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ സമയത്ത് ഈ തീ പിടിച്ച സമയത്ത് ഈ ആളുകളെയൊക്കെ തന്നെ അല്ലെങ്കിൽ അവിടെ താമസത്തിലേക്ക് എത്ര നിലയുണ്ട്? എത്ര നിലയുള്ള കെട്ടിടത്തിലാണ് തീ പിടിച്ചത്? ഏകദേശം 4 നിലയോളമുള്ള ഒരു കെട്ടിടമാണിത്. താഴെ വശത്തായിട്ടാണ് ഈ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ തന്നെയും പ്രവർത്തിക്കുന്നത്. ഈ കെട്ടിടത്തിൽ ഈ പറഞ്ഞ പോലെ ഈ തീപിടുത്തമുണ്ടായ കട, അതോടൊപ്പം തന്നെ ഈ സ്വർണം പണയം വെക്കുന്ന ഈ കട, അതോടൊപ്പം തന്നെ ഒരു ചായക്കടയുമുണ്ട്. ഇതിന് തൊട്ട് മുകളിലായിട്ടാണ് ഈ ഹോസ്റ്റൽ. ഏകദേശം 3 നില കെട്ടിടമായാണ് ഈ ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നത്. ആകെ മൊത്തം 4 നിലയുള്ള ഒരു കെട്ടിടമാണിത്. ഈ കെട്ടിടത്തിന്റെ ഒരു കടയ്ക്കാണ് നിലവിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നത്. തൊട്ടടുത്ത കടയിലെ സാധന സാമഗ്രികൾ, അതുപോലെ തന്നെ ഈ വയറിംഗ് സാധനങ്ങളൊക്കെ അടക്കം ചിന്നിച്ചിതറി കിടക്കുന്നതായിട്ട് ദൃശ്യങ്ങളിൽ കാണാം. ഏതായാലും 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി ശക്തമായി തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അസഹനീയമായ ചൂടാണ്, അസഹനീയമായ പുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം ഈ തീപിടുത്തം ശക്തമായ തീപിടുത്തമാണ് എന്നുള്ള കാര്യവും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൽ ഏറെ ആശങ്ക നിറഞ്ഞ കാര്യം എന്ന് പറയുന്നത് തന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷേ ആർക്കും ആളപായം ഉള്ളതായിട്ടോ ആരെങ്കിലും അപകടങ്ങൾ സംഭവിച്ചതായിട്ടോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല.